ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നെ പറ്റി വളരെ എൻ്റെ വള്ളറബിൾ ആയിട്ടുള്ളൊരു സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. കാണിച്ചു തരാനുള്ളതിന് വേറൊരു കാരണം കൊണ്ടുണ്ട്. എനിക്ക് കുറേ മെസ്സേജസ് ഇങ്ങനെ കുറച്ച് മെസ്സേജസ് വരുമ്പം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരുമ്പം അതിൽ കൂടുതലും ടീനേജ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പെൺപിള്ളേർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എങ്ങനെയാണ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന്. മക്കളെ, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ചേച്ചി എപ്പോഴും ഹാപ്പി ഒന്നുമല്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം ഫേക്കാണ്. എന്ന് വെച്ചാൽ ഞാൻ ഫേക്കാന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പോലെ തന്നെ വിഷമവും സങ്കടവും കരച്ചിലും പിടിച്ചിലും എല്ലാം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ 3 മിനിറ്റിൽ അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അന്ന് വെച്ച് നിങ്ങളാരും വിചാരിക്കരുത്, അയ്യോ ഇവരുടെയൊക്കെ ലൈഫ് എന്നാ അടിപൊളിയാ, എൻ്റെ മാത്രം ഇങ്ങനെ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ആളാണ്. ഈ സിനിമാക്കാരെയും അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള കുറേ പേരെ കാണുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു വാർത്തയൊക്കെ അവരുടെ വീട്ടിലതാണ്, അവരുടെ വീട്ടിലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു സമയം അറിയാം, സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല സത്യം. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ കരഞ്ഞ് ഒരു വീഡിയോ പോലും ഇന്നേ വരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. ഒറ്റൊരു വീഡിയോ മാത്രമേ സീരിയസ് ആയിട്ട് പോലും ഇട്ടിട്ടുള്ളൂ. അതിന് ഞാൻ കുറേ വിമർശനങ്ങൾ നേരിടേണ്ട വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിനെപ്പറ്റി ഓരോരുത്തർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്നെ തെറി വിളിക്കുന്നുണ്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യമാണ്. ഇതൊരു മെഡിക്കൽ അഡ്വൈസോ കാര്യമൊന്നുമല്ല. എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ് എന്ന് പറഞ്ഞാലും എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും അത് വെച്ച് നിങ്ങളോട് അഡ്വൈസ് തരാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. ഓക്കെ, എനിക്ക് ഉള്ള സംഭവം എന്ന് പറയുന്നത് PCOS ആണ്. ഇപ്പം അതിന് PMOS എന്നെന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അതിനെപ്പറ്റി കുറേ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പം അനുഭവസ്ഥ എന്ന രീതിയിൽ ഇത് ആണ് ഉചിതമായ സമയം ഇത് ഡിസ്കസ് ചെയ്യാൻ എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആദ്യമായിട്ട് PCOS ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഞാൻ സ്കാനിൽ കൂടെയാണ് കാണുന്നത്. ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്തിട്ട് വന്നപ്പോൾ ഞാൻ സ്റ്റിൽ ഓർക്കുന്നുണ്ട്, ഞാൻ ചിരിച്ച് കളിച്ചാണ് കയറി വന്നത്. എന്താ ഈ റിസൾട്ട് എന്ന് ചോദിച്ചപ്പോൾ PCOS PCOD അല്ല PCOS ആണെന്ന് പറഞ്ഞ് വന്നു. അപ്പം അയ്യോ PCOS എന്ന് ചോദിച്ചാൽ എൻ്റെ ചേച്ചി സോഫയിൽ നിന്ന് ചാടി എണീക്കുന്നു ഒക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ എന്നാ എല്ലാവർക്കും ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്നാ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു ഫാമിലി ലൈഫിലേക്ക് കടന്നു വന്നപ്പോൾ, ഒരു കുട്ടിയൊക്കെ വേണം എന്നൊക്കെ ഒരു ചിന്ത ആയപ്പോഴാണ് ഇത് എന്നും മാത്രം വൃത്തികെട്ട ഒരു അസുഖമാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ ബാക്കിയുള്ളവരെ പോലെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ളൊരു മാരകമായ രോഗമല്ല എന്ന് പറഞ്ഞാലും ഇതൊരുമാതിരി ഒരു എന്നെ വൃത്തികെട്ട ഒരു അസുഖമാണ്. എന്നാന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹോർമോണുകളെ എല്ലാം അങ്ങോട്ട് ചുറ്റിച്ച് പിടിച്ച് പറിച്ച് മെൻ്റലി കുറേ സ്ട്രെസ്സും തന്ന്, കുറേ സ്ട്രെസ് ഹോർമോൺസും കൂടി കരച്ചിലും പിടിച്ചിലും എന്താ 5 മറ്റേ വെള്ളി നക്ഷത്രത്തിലെ ജഗദീടൻ ജഗദീഷിൻ്റെ പോലെ 5 മിനിറ്റ് ചിരിച്ചാൽ 10 മിനിറ്റ് കരയും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ. അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ഞാൻ അനുഭവിക്കുന്നത് മീൻസ് എന്തുവാ പറയണ്ടേ, വണ്ണം വെക്കുന്നത്. ചിലവർ പറയും, അയ്യോ എൻ്റെ പൊന്നു ഭാഗ്യം, നീ കയറി അങ്ങ് വണ്ണം വെച്ചു, എന്നാ തീറ്റയായിരുന്നു. എൻ്റെ പൊന്നു മനുഷ്യരെ തിന്നിട്ടല്ല. പണ്ടത്തെ എൻ്റെ തീറ്റ വെച്ച് നോക്കാം, ഞാൻ 4 പിഞ്ഞാണം ചോറ് കഴിക്കുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം എനിക്കൊന്നും കഴിക്കാൻ പോലും പറ്റത്തില്ല. എന്ന് പറഞ്ഞാലും വെള്ളം കുടിച്ചാലും ഞാൻ വണ്ണം വെക്കും. അഥവാ ഇനി കുടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വണ്ണം വെക്കും. കഴുത്തേലെ കറുപ്പ് ഒരച്ച് തേച്ച് കുളിയടിയെന്ന് ചിലവരൊക്കെ പറയുമ്പോൾ ആ ചടി അങ്ങോട്ട് കൊടുക്കാൻ തോന്നും. നിങ്ങൾ വന്നൊരു തൊണ്ടെടുത്ത് ഒരച്ച് നോക്ക്, ഇത് ചെളിയല്ല, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വരുന്ന കറുപ്പാണ്. കറുത്തിരുന്ന എന്നാന്നല്ല, ഇത് ഹോർമോണൽ ഇംബാലൻസിന്റെ ഒരു സൈനാണത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. പിന്നെ എൻ്റെ കെട്ടിയവനേക്കാളും കൂടുതൽ ഓഫ്റ്റൻ മീശ ഷേവ് ചെയ്യുന്നത് ഞാനാണ്. ഇതൊക്കെ എന്നാ പ്രശ്നമെന്ന് ചോദിക്കുന്നതോടെ ഓക്കെ, ഇതെല്ലാം വിട്ടട്ടെ, കഴുത്തേലെ കറുപ്പോ മീശ വരുന്നതോ വണ്ണം വെക്കുന്നതോ എല്ലാം ഞാൻ വിടാം. എൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ വളരെ ഹാപ്പി ആയിട്ട്, എന്നെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ തുള്ളിച്ചാടി നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഒതുങ്ങി കൂടിയ കൂട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല തുള്ളിച്ചാടി നടക്കാൻ. ചില സമയത്ത് തോന്നും അപ്പം ഞാൻ തുള്ളിച്ചാടി നടക്കും. പക്ഷെ എന്ന് പറഞ്ഞാലും ചില സമയത്ത് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ്സ് കൂടി, ചെറിയ മൈനർ കാര്യത്തിന് വരെ ഞാൻ സ്ട്രെസ് എടുക്കുന്ന കണ്ടാണ്ടല്ലോ, നിങ്ങളോർക്കും എന്നെ ഭ്രാന്താണെന്നോർക്കും. ഈ PCOS എന്ന് പറയുന്ന സംഭവം, എൻ്റെ പൊന്നു പിള്ളേർ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ചെയ്ത പൊട്ടത്തരം നിങ്ങൾ ചെയ്യരുത്. ഞാൻ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്കുണ്ടെന്ന് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നു, അന്ന് നിങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് നിങ്ങളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങണം. 100 പേർക്കുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ ആ 100-ൽ പെട്ട് പീരിയഡ്സ് ഇല്ലെന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇറഗുലർ പീരിയഡ്സ് മാത്രമൊന്നുമല്ല, ഞാൻ അനുഭവിച്ചത് എന്തൊക്കെയാ. ഞാനിപ്പോൾ ഈ ജനുവരിയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ചാകാറായാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. എനിക്ക് 56 ഡേയ്സോളം അടുപ്പിച്ച് പീരിയഡ്സ് ഉണ്ടായിരുന്ന സമയമുണ്ട്. അതും ചുമ്മാ പീരിയഡ്സ് ഒന്നും അല്ല, എനിക്ക് പാഡോ ടാമ്പോണോ മെൻസ്ട്രൽ കപ്പോ ഒന്നും പറ്റാതെ ഞാൻ അഡൽട്ട് ഡയപ്പർ മേടിച്ച് വെക്കേണ്ട ഗതിയായിട്ടുണ്ട്. HB കുറഞ്ഞിട്ട് അയൺ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ഇപ്പം
നാട്ടിൽ അടിച്ചു പൊളിക്കാൻ ലീവിന് പോയപ്പം യൂട്രസ് വോളിന് തിക്നെസ് കാരണം ബയോപ്സി എടുത്ത് എന്താ ജിയും തന്ന് കിളി പോയി അവിടെ കിടന്ന് ബയോപ്സി എടുത്ത് വിട്ട് അതിന്റെ റിസൾട്ട് വരുന്നവരെ ടെൻഷൻ അടിച്ചിരിക്കണമെന്നുണ്ട്. ഇതിന്റെയൊക്കെ മെയിൻ കാരണം ആരാ? ഉണക്ക PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നു പിള്ളേരെ, ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന 3 മിനിറ്റിൽ കാണുന്ന ആ ചിരിച്ചു കളിക്കുന്ന ആൾ മാത്രമല്ല, നിങ്ങളെ പോലെ തന്നെയാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരും. നിങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെ തല്ലി കിട്ടുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഇൻഫ്ലുവൻസ്ഡ് ആവണം. എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നൊക്കെ കണ്ടിട്ട്, അല്ലാതെ അവരടിച്ചു പൊളിക്കുന്നു, അവരുടെ വീട്ടുകാർ എന്ത് അടിപൊളിയാവും, ആ ചേച്ചിയുടെ അമ്മ കമന്റ് ഇടുന്നു, എന്ത് വൈബായിരിക്കും, എൻ്റെ അമ്മ എന്നെ എങ്ങനെ, എൻ്റെ അമ്മ എങ്ങനെ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. ഞാൻ ഗോ ത്രൂ ചെയ്യുന്ന സംഭവം എന്നൊക്കെ പറയുന്നത് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ ചുറ്റുമുള്ളവരെ കൂടെ അത് ബാധിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കൊച്ച്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, ചേട്ടൻ പിന്നെ അടുത്തില്ലാത്തതുകൊണ്ട് അത്ര ആയിരുന്നത്. എൻ്റെ ചേച്ചി വളരെ അനുഭവിക്കുന്നുണ്ട്. കാരണം ചിരിച്ചു കളിച്ചിരിക്കുന്ന ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് പറയുന്ന കോമഡി ചിലപ്പോൾ കോമഡി ആയിട്ട് എടുക്കത്തില്ല. ഞാൻ ഓവർ തിങ്ക് ചെയ്ത് മറിച്ച് വലിയൊരു പ്രശ്നമാക്കി തീർക്കും അത്. അപ്പൊ ഇവരറിയും ഇല്ല പിന്നെ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല. അയ്യോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ തന്നെ, എനിക്ക് ഭ്രാന്തല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നവരോ, എനിക്ക് കരയാൻ തോന്നുന്നു. നീ എന്തിനായിരുന്നു കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആൻസർ പോലും ഇല്ല. എന്തിനാ കരയുന്നതെന്ന് അറിഞ്ഞാലേ എനിക്ക് അവരോടും പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കാരണം എൻ്റെ ചുറ്റുമുള്ളവർ വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമ്പം എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. കാരണം ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരെ ഒത്തിരി ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ വളരെ റൂഡാകാൻ തുടങ്ങി, സ്ട്രെസ്ഡ് ആകാൻ തുടങ്ങി, ചെറിയ കാര്യങ്ങൾ വരെ പാനിക് ആകാൻ തുടങ്ങി. ഇതെല്ലാം ഈ പന്ന വൃത്തികെട്ട. പിന്നെ എനിക്ക് മരുന്ന് കഴിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമില്ല. ഇപ്പം എനിക്ക് 6 or 7 ഗുളികയുണ്ട് ഒരു ദിവസം. പിന്നെ ഒരു മിസ്കാരേജ് ഒക്കെ വന്നപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ എന്നെ തന്നെ സെൽഫായിട്ട് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാരണമാണ്, എൻ്റെ കുഴപ്പം കൊണ്ടാണ് ആ കൊച്ച് പോയത് എന്നൊക്കെ ഉള്ളൊരിത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ ഒരു മൂഡിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നത് മടുപ്പല്ലേ. ന്യൂ ഇയറിന് സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു എക്സ്പ്ലനേഷനോടെ പറഞ്ഞതാ കുറേ, എന്നാലും പിന്നെയും പറയാനുണ്ട്. ഞാനാണെങ്കിൽ ന്യൂ ഇയറിന് ഏറ്റവും സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ ആ വർഷത്തെ മിസ്കാരേജ് ആയല്ലോ എന്നുള്ള സംഭവം. അപ്പോഴാണ് കുറേ പേര് ഇങ്ങനെ പിള്ളേരില്ലാത്ത ബ്ലെസ്സിങ് എന്നുള്ള രീതിയിൽ കണ്ടത്. ആ ഒരു ഫ്രസ്ട്രേഷനിൽ, ആ ഒരു സങ്കടത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടുപോയി. അതിൽ ഞാൻ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് പറഞ്ഞത് മൊത്തം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് മൊത്തം. പക്ഷെ അതെന്തുകൊണ്ടോ കുറച്ച് പേർക്ക് പറ്റിയില്ല. ഒരു പുള്ളിക്കാരി ഒന്ന് കമന്റ് ഇട്ടത്, നിന്റെ ഇപ്പോൾ ഉള്ള കൊച്ചു മരിച്ചു പോയാൽ എന്നെ എടുക്കും എന്നുള്ള രീതിയിലൊക്കെ എന്നോടാണ്. അതൊക്കെ എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഞാൻ വളരെ മോശമായിട്ട് തിരിച്ച് കമന്റ് ഇട്ടായിരുന്നു, ടു ബി ഓണസ്റ്റ്. പെട്ടെന്ന് അങ്ങ് കയറി വന്ന ദേഷ്യത്തിലുണ്ടല്ലോ, ഞാനാണെങ്കിൽ 1-2 പേരോടൊക്കെ വളരെ ദേഷ്യപ്പെട്ട് തിരിച്ച് കമൻ്റൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം അവർക്ക് സോറി പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. എനിക്ക് പറഞ്ഞത് കൂടിപ്പോയി എന്ന് തോന്നിയ 1-2 പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ ആരെയും ഒക്കെ മടുപ്പിച്ചെങ്കിൽ ഐ ആം റിയലി റിയലി സോറി. ഇപ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഹൈഡ് ചെയ്ത് വെച്ച ആ ഒരു സംഭവം ഞാനിപ്പോൾ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മൈൻഡ് ഇപ്പോൾ ഫ്രീയാ. എനിക്ക് പുതിയ മൈക്കും പുതിയ ഫോണും ഒക്കെ മേടിച്ച് തന്നു. ഞാൻ ഹാപ്പിയാണ്. ഹീലാകാത്ത സംഭവമൊന്നും ഇല്ലല്ലോ. ഞാൻ ഇപ്പം മിടുക്കിയായിട്ട് കറക്റ്റ് സമയത്ത് മരുന്നൊക്കെ കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും, ഡിന്നർ കഴിക്കും, വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ കുറച്ച് ഞാൻ മിടുക്കിയായി. ഞാൻ വെയിറ്റ് കുറയ്ക്കും. ഒരു വർഷങ്ങളെ പറ്റിയെന്ന് വെച്ചാൽ വെയിറ്റ് ഡോക്ടർ കുറയ്ക്കാൻ പറഞ്ഞ ഒരു 15 കിലോയോളം നടു കെട്ടിക്കിടക്കുമായിരുന്നു 2 ആഴ്ചയായിട്ട്. അതുകൊണ്ട് നടക്കാൻ പോകാനോ ഓടാൻ പോകാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഐ വിൽ കം ബാക്ക്. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് അത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി. സോ ഐ വിൽ കം ബാക്ക്. എനിക്കൊരു റിക്വസ്റ്റും കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങളുടെ ഭാര്യയോ അനിയത്തിയോ സഹോദരിയോ അമ്മയോ ആരെങ്കിലും PCOS കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു ചേഞ്ച് വരണം. ഇത് ജസ്റ്റ് ഒരു ഇറഗുലർ പീരിയഡ്സോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ഒന്നും ഒരു കഥയല്ല. ഇത് ഫുൾ ആൻഡ് ഫുള്ളി ഹോർമോൺ ഇംബാലൻസ് ആണ്. മെയിൽ ഹോർമോൺ കൂടും, അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ മെഡിക്കൽ പരമായിട്ട് പറയേണ്ടി വരും. അതിന് ഞാൻ ആളല്ല. അപ്പം നിങ്ങൾ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനോ, അവർ ഇമോഷണലായിട്ടിരിക്കുമ്പോൾ ഇത് എന്നാത്തിനായിരുന്നു കരയുന്നതെന്ന് പറയാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത്. അത് അവരെ കൂടുതൽ വിഷമിപ്പിക്കത്തേ ഉള്ളൂ.
അപ്പം ഐ വിൽ കം ബാക്ക് വിത്ത് യെറ്റ് അനദർ ന്യൂ വീഡിയോസ് ഇൻ മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ഒത്തിരി 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 താങ്ക് യു. ബൈ.